ഞാൻ ഹോംവർക്ക് എല്ലാം ചെയ്തിനാ? വന്നാടാ ഇന്ന്. അപ്പൊ ഇന്നലെ രാത്രി എനിക്ക് ഓർമ്മയുണ്ടായിട്ടില്ല. ഭയങ്കര പഠിപ്പിച്ചാ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ ഒരു ചെറിയ കാഴ്ചയാണ് കണ്ടത്. രാവിലെ ഒരാൾ എണീറ്റ് ഹോംവർക്ക് ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ അവൻ്റെ ഫ്രണ്ടാണ് മുറ്റത്ത് വന്നിട്ട് നിന്നത്. അതായത് കാശീൻ്റെ ഫ്രണ്ട് ധ്യാൻ എന്നാണ് മോൻ്റെ പേര്. ഇതാടാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇഡലിയല്ല. ആദ്യം തന്നെ ഞാൻ പറയാം, ഇന്ന് നല്ല മുട്ട റോസ്റ്റും നമ്മുടെ നാടൻ നല്ല അടിപൊളി വെള്ളയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ വെള്ളയപ്പം തലേ ദിവസം അരച്ച് നമ്മൾ വെക്കുന്ന സംഭവം എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ നല്ലോണം മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. എനിക്കിത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാട്ടോ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ചില ദിവസങ്ങളിലെല്ലാം അരച്ച് വെച്ചാൽ അതുപോലെ ഉണ്ടാവും, ചില ദിവസങ്ങൾ ഭൂരിഭാഗം ദിവസങ്ങളിലും എൻ്റെ കൂട്ട് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടാവലുണ്ട്. അപ്പോൾ ഇതാ ഞാൻ മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഉള്ളി, അപ്പോൾ ഒരു ഉള്ളി മാത്രമേ എടുക്കുന്നുള്ളൂ, ഒരു തക്കാളിയും. കാരണം ഇവിടെ ഞാനും മക്കളും മാത്രമേ മുട്ട റോസ്റ്റ് കഴിക്കൂ. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഉള്ള മുട്ട ഞാൻ കുക്കറിൻ്റെ അകത്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ട പുഴുങ്ങിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, അതിനുള്ള വെജിറ്റബിൾസ് ഞാൻ ഡയറക്റ്റ് കുക്കറിൻ്റെ അകത്ത് തന്നെ ഇട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. വഴറ്റുന്ന പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ്. അപ്പോൾ മുട്ട റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് ഗ്രേവി ടൈപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അവിടെ നിന്ന് നമ്മുടെ തക്കാളി ഉള്ളിയിൽ ഒന്ന് വാടി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വെള്ളയപ്പം ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു അപ്പച്ചട്ടി നല്ല അടിപൊളിയാട്ടോ. ഞാൻ ഇത് മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. പക്ഷേ സംഭവം ഇത് 1-2 വർഷത്തിലധികമായി ഈ സംഭവം എൻ്റെ കയ്യിൽ. 2-3 വർഷം ആവാനായിട്ടുണ്ടാവും. പക്ഷേ ഇതുവരെ അതിനൊരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല. സംഭവം കുറച്ച് വെയിറ്റ്ലെസ് ആണെങ്കിൽ പോലും നല്ല അടിപൊളി സാധനം കേട്ടോ. മീഷോന്ന് ഞാൻ പർച്ചേസ് ചെയ്ത ഭൂരിഭാഗം സാധനങ്ങളും നല്ല അടിപൊളി സംഭവങ്ങളാണ്. കാരണം ഇതുവരെ ഒന്നും കേടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും സാധനങ്ങൾ മീഷോന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യലുള്ളത്. അപ്പോൾ അതുപോലെ നമ്മുടെ മുട്ട റോസ്റ്റിന് വേണ്ട മസാല നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് കടുക് ഞാൻ പൊട്ടിച്ചു. അപ്പോൾ ചില ആൾക്കാർ മുട്ട റോസ്റ്റിൽ കടുക് ഇടാറില്ല, ഞാൻ ഇടാറുണ്ട്. എനിക്ക് കടുക് നിർബന്ധമാണ്, അതുകൊണ്ട് ഞാൻ കടുക് ഇടാറുണ്ട്. ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇതെല്ലാം ഞാൻ ഇടും കേട്ടോ. ഇതെല്ലാം ഇട്ട് നല്ലോണം പൊടികളൊക്കെ ഒന്ന് ചൂടായി ആ പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളി വഴറ്റിയത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട്. അപ്പം തക്കാളി ഉള്ളിയിൽ നല്ലോണം പേസ്റ്റ് പോലെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുട്ട റോസ്റ്റിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാനിത് അധികം ലാഗ് ചെയ്യിക്കുന്നില്ല, കാരണം ഞാൻ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ആവശ്യമുള്ളവർ കണ്ടോളൂ. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ഞാൻ അതിൻ്റെ അകത്തേക്ക് ലാസ്റ്റ് കുക്കായ മുട്ട റോസ്റ്റ് റെഡിയായി കഴിഞ്ഞാൽ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർക്കാറുണ്ട്. അടുത്തതായി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് രാവിലെ ഒരു കർഷകൻ ഇവിടെ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ. കൃഷിയല്ല, അപ്പോൾ കുറേ പ്ലാന്റ്സ് റീപോർട്ട് ചെയ്യാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ചകിരി മാറ്റി ചപ്പാക്കിയ ചകിരി മാറ്റി ചപ്പാക്കിയ പിന്നെ ഇത് ഞാൻ നിങ്ങളോട് പറയില്ലേ ഇത് നല്ലതാണല്ല. പക്ഷെ ഇങ്ങനെ പൊടിഞ്ഞ പോലെ തന്നെ കിട്ടണം അല്ലേ? എവിടുന്ന് അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് നടുന്ന സമയത്ത് നമ്മൾ അതിനുള്ള പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ ഒരു ടിപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പോട്ടിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ എന്ത് ചെയ്താൽ പഴയ അടിഞ്ഞ് വീണ നമ്മുടെ ചവറൊന്നുമില്ല, ചപ്പ് മാത്രം. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് കൂട്ടിയിട്ട് അതൊക്കെ നല്ലോണം പൊടിഞ്ഞ് നല്ലൊരു കമ്പോസ്റ്റ് ചട്ടീൻ്റെ ആദ്യം തന്നെ കുറേ ഭാഗം കരിയിലയെല്ലാം നിറച്ച് നല്ല പൊടിഞ്ഞ പോലെ ആയിരുന്നു. അതുകൊണ്ട് ആ കരിയിലയൊക്കെ നിറച്ച് മണ്ണപ്പോൾ ഒരുപാട് വേണ്ട, പകുതി മണ്ണേ നമുക്ക് അപ്പോൾ ആവശ്യമുള്ളൂ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി തരുന്നുണ്ട് എനിക്ക്. ഞാനിപ്പോൾ വീട്ടിൽ ഇറങ്ങിയെടുക്കതേ ഉള്ളൂ. ഞാനും അങ്ങനെയല്ല, പക്ഷേ
ഇറങ്ങിയത് സൈക്കിൾ പഠിക്കാൻ ഇറങ്ങിയിട്ട് എത്ര മണിക്കായി വേണ്ടിയിട്ട് 6:30. ഞാൻ 7:30. അപ്പോൾ ഞാനിവിടെ എഴുതാനിരുന്നിട്ടാണുള്ളത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കട്ടാക്കട്ട് വീഡിയോ കട്ടാക്കിയിട്ട് ഇതെടുക്കേ ബാക്ക് ക്യാമറ എഴുതുന്നതാ. പല്ലി വെക്കുന്നുണ്ട്. ഒരാൾ അങ്ങനെ ഇട്ടിട്ടതാ. യേശു ഹലോ ഗൈസ് എന്ന് പറ. ഉറക്ക് വരുന്നുണ്ടോ? ഹലോ രാവിലത്തെ വ്യൂ നല്ല വൈബാണ് കേട്ടോ. അമ്മ അലക്കിയിട്ട് തുണിയെല്ലാം അറിയിടുന്നുണ്ട്. ഒരാൾ നമുക്ക് ചട്ടിയിൽ മണ്ണെല്ലാം നിറച്ച് വെക്കുന്നുണ്ട്. ഇനി പിന്നെ കുറേ ചെടി നടാനുണ്ട്. കേശു ഇങ്ങോട്ട് നോക്ക്. കേശു രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചക്കേക്കുള്ള പരിപാടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ക്ലാസ് ഉണ്ടെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നല്ലോ. എൻ്റെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പം ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവുകയായിരുന്നു. അപ്പോൾ ഒരു ഫുൾ ഡേ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ ഇന്ന് ഷൂട്ട് തുടങ്ങിയത്. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ നല്ലൊരു അടിപൊളി അടിപൊളി ഞാൻ തന്നെ പറയണം. ഒരു നല്ല കറിയാക്കിയിട്ട് കറി നമ്മുടെ എന്താ പറയുക, നമ്മുടെ പച്ചക്കായ മോര് കറിയാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നല്ലൊരു മത്തി ഞാൻ കഴുകി മുറിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തോരനും കൂടി വെക്കണം. അപ്പോൾ തോരൻ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പരിപ്പും നമ്മുടെ ചായ മനസ ചീരയുണ്ടല്ലോ, അമ്മ നല്ല വൃത്തിയിൽ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തോരനും കൂടി ചീര നല്ലോണം ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. 3/4 ഒരു പകുതിയോളം വെന്ത്. നമുക്ക് ചീരേൻ്റെ അകത്തേക്ക് കുറച്ച് ചീര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചായ മനസ്സിയും ചീരയും പരിപ്പും തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പിയും എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടുന്നവർ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതാ അതും കൂടി മുളകും മഞ്ഞളും എല്ലാം ഇട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്ത് ലാസ്റ്റ് നമ്മൾ തേങ്ങയും വെളുത്തുള്ളിയും കൂടി ചതച്ച് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. പിന്നെ നമുക്ക് വേണമെങ്കിൽ കടുകും താളിക്കാം. ഇത്ര മാത്രം. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ഹെൽത്തിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാട്ടോ. നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയിട്ട് എടുക്കണം. കുറച്ച് ഉണ്ടാവട്ടെ. അത് ഇപ്പോൾ തണുപ്പ് തുടങ്ങിയവരെ കുറച്ച് അലർജി പ്രശ്നമെല്ലാം ഉണ്ട് കേട്ടോ. നല്ല തുമ്മലും ജലദോഷമെല്ലാം ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റാൽ എനിക്ക് എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് ഈ അലർജി. പിന്നെ കുറേ കഴിയുന്ന സമയത്ത് വെയിലെല്ലാം വന്ന് ചൂട് വരുമ്പം നമ്മുടെ അലർജി മാറിക്കിട്ടും. പിന്നെ ക്യാമറ ഓൺ ചെയ്തിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് എന്താ പറയേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനും കൂടി ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ അടുത്ത അടുപ്പിൽ നമുക്ക് കുറച്ച് മത്തി ഉണ്ടായിരുന്നു. ഇവിടെ മത്തി ഒരു വീക്ക്നെസ് ആട്ടോ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എനക്കും എൻ്റെ 2 മക്കൾക്കും. അപ്പോൾ മത്തി ഭയങ്കര ഫേവറേറ്റ് ആണ്. പ്രത്യേകിച്ച് അത് ഫ്രൈ ചെയ്തെടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചിട്ടല്ല കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഒരു എന്താ പറയണ്ടേ, കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച്, നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ഒരുപാട് എണ്ണ വേണ്ടല്ലോ, അങ്ങനെ ഒഴിച്ച് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ഹെൽത്തിയാണ്, അത്ര പ്രശ്നമില്ല. പിന്നെ മക്കൾക്കും ഫ്രൈ ചെയ്താലാണ് ഇഷ്ടം. കറി ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും അവർക്കും ഇഷ്ടം ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വേറെ ഒന്നുമില്ല, നമ്മുടെ നല്ല ചാള ഫ്രൈ ചെയ്തതും മോര് കറിയും അതുപോലെ തന്നെ നമ്മുടെ തോരനും മാത്രമേ ഉള്ളൂ ഇന്ന് വിഭവമായിട്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം.